ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. പിന്നെന്താ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആറാട്ടണ്ണനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആറാട്ടണ്ണനെ കുറിച്ച് പുതുതായിട്ടൊരു കേസൊക്കെ വന്നിട്ടുണ്ട്. ആറാട്ടണ്ണനെ അറസ്റ്റിലായിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ആറാട്ടണ്ണനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാനീ പറയുന്നത്, ഒരുവിധപ്പെട്ട ആളുകൾക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ രേണുസുതി വന്ന സമയത്തായാലും, രേണുസുതി വെച്ചിട്ട് ആൽബംസും ഒക്കെ എടുത്തവരായാലും, ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തവരായാലും അവരുടെയൊക്കെ ലക്ഷ്യം, റീൽസിനും എല്ലാം ലക്ഷ്യം എന്താ, നെഗറ്റീവ് ഇമേജിലൂടെ ട്രെൻഡിങ്ങിലാവുക, പബ്ലിസിറ്റി നേടുകയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അഞ്ച്. രേണുസുതി മോശം എന്നല്ല ഞാൻ പറഞ്ഞ, വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ട് കേട്ടോ. വിമർശിക്കാനും തെറിവിളിക്കാനും വരേണ്ടത് കാര്യം എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയുടെ തുറക്കം കുറച്ച് ഭാഗം അതായത് തമ്പനിയിലൊക്കെ കണ്ടിട്ട് വന്ന് അങ്ങ് പൂരെ തെറിവിളിക്കലാണ്. പിന്നെ ഇരുന്ന് കുത്തിയിരുന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു പതിവ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ആറാട്ടണ്ണൻ നമ്മൾ വൈറലാവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലൂടെയാണ് കേട്ടോ. നെഗറ്റീവ് പറയുക, മോശം പരാമർശങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുക. ഇപ്പോൾ ആറാട്ടണ്ണൻ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ നടിമാരെല്ലാം, സിനിമാ രംഗത്തുള്ള നടിമാരെല്ലാം ഡാഷാണ്. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. നമ്മളെപ്പോഴും പറയും ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലായിടവും ഏത് ഇൻ കേസ് അധ്യാപക വൃത്തി. ഞാനൊരു ടീച്ചറാണ്. ഞങ്ങളുടെ ഫീൽഡിൽ പോലും ഒരുപാട് നെഗറ്റീവ്സ് നടക്കുന്നുണ്ട്. മനസ്സിലായി? എല്ലാ തൊഴിലുമുണ്ട് നെഗറ്റീവും പോസിറ്റീവും. ഇപ്പം നമ്മൾ വിചാരിക്കും നടിമാരാണ് അവർ മോശം. അങ്ങനെയല്ല, നല്ല രീതിയിലുള്ള എത്ര നടിമാരുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡിൽ ഒരിടത്ത് നമ്മൾ കല്ല് കടിച്ചെന്ന് പറഞ്ഞാൽ ആ ഫുള്ള് മോശമായിരിക്കുമോ? അങ്ങനെയല്ല, എന്ത് കാര്യത്തിലും നെഗറ്റീവ്സും പോസിറ്റീവും ഉണ്ട്. അപ്പം ആറാട്ടണ്ണനെ കുറിച്ചുള്ള ഒരു ക്ലിപ്പിംഗ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഉഷ ഹസീന എന്നിവർ പരാതി നൽകി. അശ്വിൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. അശ്വിൻ ഡിയേഗോ, ഗുഡ് ഈവനിങ്. വ്ളോഗർ സന്തോഷ് വർക്കി കുറച്ച് കടത്തി പറയുന്നത് കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അതുതന്നെയാണോ ഈ പരാതിയുടെ ആധാരം? സുജയ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നും പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ പരാതി നൽകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 12ഓളം നടിമാരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശം രീതിയിലുള്ള പരാമർശമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത്. കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്കെതിരെ വേണം എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണ്ട് മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന 250ഓളം വരുന്ന വനിതാ പ്രവർത്തകരെ ഇയാൾ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഈ DGPക്ക് നൽകിയ പരാതിയിലുള്ളത്. നേരത്തെ സിനിമാ നടി ഉഷ ഇയാൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ സന്തോഷ് വർക്കി ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ ഫേമസ് ആയ ആളാണ്. മാത്രമല്ല, ഇയാൾക്ക് സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിലുള്ള ആരാധക ഫോളോവേഴ്സുമുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ഇതിനു മുമ്പും ഇയാൾ സമാന രീതിയിൽ ചില സിനിമാ നടികൾക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ അതിന് ഒരുപടി കടന്നുകൊണ്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മോശം സ്ത്രീകളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ 250ഓളം വരുന്ന സിനിമ ആറാട്ടണ്ണനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 250ഓളം പേര് ആറാട്ടണ്ണൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആറാട്ടണ്ണനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണൻ അറിയാം. നമ്മുടെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി എന്നുള്ള ആൾക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ മോഹൻലാൽ ആറാടുകയാണ് എന്നുള്ള പേരിലാണ് ആറാട്ടണ്ണൻ എന്നുള്ള പേര് പോലും അയാൾക്ക് വന്നത്. അയാൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിലിമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലർ കളിയാക്കി ചോദിക്കും ആറാട്ടണ്ണൻ്റെ കമൻറ്റ് വന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ.
കളിയാക്കി ചിലർ. നമ്മുടെ ചില ഫ്രണ്ട്സ്, നമ്മുടെ സർക്കിളിലൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആറാട്ടെണ്ണം വന്നപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെ കളിയാക്കും. കാര്യം അങ്ങേരുടെ ഒരു ക്യാരക്ടർ ഒരു വല്ലാത്ത രീതിയിലാണ്. കാര്യം നമ്മൾ ഓരോ സിനിമ നടിമാരെയൊക്കെ എടുത്തിട്ട് എപ്പോഴും ഇൻസ്റ്റയിൽ FBയിലൊക്കെ പോസ്റ്റ് ഇടാറുണ്ടല്ലോ, എനിക്ക് ആ നായികയോട് ക്രഷാണ്, എനിക്ക് ആ നായികയെ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, സിനിമയിൽ എന്ന പോലെ കെട്ടിപ്പിടിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് അവരോട് അങ്ങനെ താല്പര്യമുണ്ട്, ഞാൻ ഈ പല വേർഡ്സുകളും ഉപയോഗിക്കാത്തത്, എനിക്കതങ്ങോട്ട് എനിക്ക് ആ വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിനെയൊന്നും ഉപയോഗിക്കാത്തത്. ഇപ്പം തന്നെ സിനിമാ നടിമാരെല്ലാം ഡാഷ് ആണ് എന്നൊരു പരാമർശം വന്നേക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഈ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വൈറലാവുക, റീച്ച് നേടുക. അതിൽ നല്ല രീതിയിലുള്ള വീഡിയോസ് നേടുമ്പോൾ അതിന് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല, ആരും കാണുന്ന വ്യൂസ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ഇങ്ങനത്തെ പോസ്റ്റിനൊക്കെ നല്ല വ്യൂസ് കാണും. അല്ലെങ്കിൽ നെഗറ്റീവ്സ് കാണാനാണല്ലോ നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അതാണ് അയാളുടെ ലക്ഷ്യം, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു പക്ഷേ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറച്ച് കമൻറ്റ്സ് ഇട്ടുണ്ട്, ഞാനവിടെ കൊടുത്തേക്കാം, നിങ്ങളത് വായിക്കാം. സഹോദരിയോട് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ അമ്മയെ നോക്കിക്കോണം, എൻ്റെ അമ്മയെ ഓൾഡ് ഏജ് ഹോമിലൊന്നും ആക്കല്ലേ, എൻ്റെ അമ്മയെ നോക്കിക്കോണം, എനിക്ക് എന്ത് സംഭവിക്കാം, ഈ നിമിഷം എനിക്ക് എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത്. ഇദ്ദേഹം പറഞ്ഞതെല്ലാം തെറ്റാണ്. അറസ്റ്റിൽ ഉണ്ടാകുമെന്നുള്ള പേടി കൊണ്ടായിരിക്കണം. വധഭീഷണിയാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. എനിക്ക് എൻ്റെ അമ്മയെ നോക്കിക്കോണം സഹോദരിയോട് പറയുന്നതായിട്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമൊക്കെ അടിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ, വൈറലാവുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയോണ്ടാണ് എത്രയോ ചാനലുകാർ ഇതിനെ എടുത്ത് റിയാക്ഷൻ ചെയ്തു, എത്രയോ വീഡിയോസ് ഇതിനെ കുറിച്ച് ഇറങ്ങി. അപ്പം ഈ സന്തോഷമൊക്കെ എന്താണ് പറഞ്ഞത് എന്നറിയാനായിട്ട് സന്തോഷമൊക്കെയുടെ പേജ് പരിശോധിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലായാലും എല്ലാം പരിശോധന വരും. അപ്പോൾ അത്രയും വ്യൂസ് കൂടും, അതിലൂടെ നല്ലൊരു ഇൻകം ലഭിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പിന്നെ കൂടിപ്പോയ ഒരു അറസ്റ്റ്, ഈ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ, പരാമർശം വന്നു കഴിഞ്ഞാൽ ഒരു കേസ് വരുമായിരിക്കും. അത് പുഷ്പം പോലെ ഊരിഞ്ഞ് പോരാ, അല്ലെങ്കിൽ ഇതിനൊന്നും വലിയ ഇതൊന്നുമില്ല, നമ്മുടെ നിയമവ്യവസ്ഥയല്ലേ ഇത് അവർക്കറിയാം. അല്ലെങ്കിൽ ഇത്ര ഭയമില്ലാതെ പറയത്തില്ലല്ലോ ആളുകൾ. നമ്മുടെ നിയമവ്യവസ്ഥ തെറ്റായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇത്രയും ധൈര്യം എന്ത് പറയാനായാലും. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും പറയാനാണ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരാളെ മോശമായി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തിനും ഈ പറയുന്ന പോലെ രണ്ട് വശങ്ങളുള്ളതുപോലെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഇതിനൊക്കെ എന്താ തെളിവ്? ഒന്നിനും തെളിവില്ല. പക്ഷെ ചുമ്മാതങ്ങ് എന്ത് ചെയ്യും, ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇദ്ദേഹം ഹേമ കമ്മിറ്റിയെക്കുറിച്ചൊരു പോസ്റ്റ് പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റിയെക്കുറിച്ച്. അപ്പോൾ അത് പരിശോധനയിൽ വിധേയമാക്കാനാണ്. ആർക്കും ഒരുപാട് നടിമാർ വന്ന് രംഗത്ത് വന്നിട്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ പിന്നെ ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് ആകപ്പാടുള്ള ലക്ഷ്യം, അവരും ഇതുപോലെ തന്നെയാണ് കേട്ടോ നടിമാരൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ മീറ്റു എന്തൊക്കെ സംഭവങ്ങളാണ് ആ ടൈമിൽ വന്നത്. ഓരോ വെറുതെ നമ്മൾ സ്വന്തം ഫീൽഡ് എന്നാൽ എല്ലാം പറയണം. നമ്മുടെ ഒരു നടി പറയുന്നുണ്ടാകും, നോ എന്ന് പറയാനുള്ള ഒരു വോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിലോട്ട് തന്നെ നോ എന്ന് പറഞ്ഞ് അവിടെ നിർത്താനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. അവിടെ നമുക്ക് നമ്മുടെ അവസരം, നമ്മളവരോട് നോ എന്ന് പറഞ്ഞ് നമുക്ക് അവസരം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് എസ് പറഞ്ഞിട്ട് പിന്നെ എല്ലാം അബദ്ധങ്ങൾ പറ്റിയതിന് ശേഷം വന്ന് എനിക്ക് അങ്ങനെ പറ്റി, എനിക്ക് ഇങ്ങനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ നമ്മളെ സ്വയം രക്ഷിക്കാൻ പറ്റും. നമുക്ക് അവസരങ്ങൾ വേണം. ഫിലിമിലാണെങ്കിൽ നമുക്ക് അവസരങ്ങൾ വേണം. അവരെ എതിർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും എസ് മൂളിയിട്ട് പിന്നീട് വന്ന് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി, ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ അതിൽ പെടാത്ത നല്ല മാന്യരായ വ്യക്തികളെ പോലും അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ആറാട്ടണ്ണൻ്റെ കേസിൽ ഇത്ര വലിയൊരു ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇദ്ദേഹം അങ്ങനെയാണ്, എപ്പോഴും ബാബോയെ കോടതിയാണ്, വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആറാട്ടണ്ണന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വൈറലാവുക, ആറാട്ടണ്ണ ശ്രദ്ധിക്കപ്പെടുക. അപ്പോൾ ആറാട്ടണ്ണനെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആറാട്ടണ്ണനെ ശ്രദ്ധിക്കപ്പെടുത്തുക. അല്ലാതെ നല്ല കാര്യങ്ങൾ വന്ന് പറഞ്ഞാലൊന്നും ആറാട്ടണ്ണനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അയാൾ കുറച്ച് കോമാളിയാണ്. അയാൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല വിവരവും പക്വതയും പകുതിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ആൾ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പുറപ്പെടുവിക്കണം, അത് മനഃപൂർവ്വമാണ്, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. കാര്യം അവർക്കൊരു ലക്ഷ്യമുള്ളൂ, ഇതിൻ്റെ പേരിൽ വൈറലാവുക. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാകാതെ വിഡ്ഢികളാവുന്ന മറ്റുള്ളവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ വേറൊരു ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചാനലാണ്, ഞാൻ ആ ചാനൽ കാണാറുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ചാനലിൽ അവരൊരു സംഭവം പറഞ്ഞു. പക്ഷേ അവരത് പറഞ്ഞത്
എന്താ അവരുടെ ഇപ്പം നമ്മളെ ഇപ്പം ഞാനത് ഇവിടെ പറയുന്നില്ല. ഇനി അവരെന്നിട്ട് അതിനെതിരായിട്ട് ആ റിയാക്ഷൻ ചെയ്ത് ചാനലുകാരെയൊക്കെ എതിരായിട്ട് അവർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് അവരെ ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. അവരുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അവരുടെ സ്ലാങ് അങ്ങനെയാണ്, ഇവർ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല അവരങ്ങനെ പറയുന്നത്, ആവശ്യത്തിന് മാത്രം വിളിക്കുക, അല്ലാതെ അവരെ വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് റിയാക്ട് ചെയ്ത ചാനലുകാരെ അവർ വന്നിട്ട് വീഡിയോസിലൂടെ ഞാൻ സ്ട്രൈക്ക് കൊടുക്കുന്നില്ല, പക്ഷേ റിപ്പോർട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലവർ പറയുന്നുണ്ട്, ഞാൻ ആ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളത് പോയി സെർച്ച് ചെയ്ത് കണ്ട് പിന്നെ ആ വീഡിയോ കണ്ട് അങ്ങനെ അവർക്ക് വ്യൂ കൂടണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ആറാട്ടെണ്ണ എടുത്തിട്ട് ഇപ്പം ഞാനായാലും ഇപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു 10 പേര് കാണുമായിരിക്കും, ചിലപ്പോൾ ഒരു 100 പേര് കാണുമായിരിക്കും. 100 പേര് കാണുമ്പോൾ എന്താണ് ആറാട്ടെണ്ണം പറഞ്ഞത് എന്നറിയാനായിട്ട് അങ്ങനത്തെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് കാണുമ്പോൾ അത് വ്യൂ കിട്ടും. അപ്പോൾ അയാൾക്ക് വീണ്ടും അവിടെ റീച്ച് കിട്ടും. അതാണ് അയാളുടെ ലക്ഷ്യം, അതിൽ അയാൾ വിജയിക്കുകയും ചെയ്യും. പക്ഷേ ഇയാൾ ചെയ്ത പരാമർശം വളരെ മോശമാണ്. സ്ത്രീകളെ ഒന്നടങ്കം, അതായത് എല്ലാ നടിമാരെയും മോശമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. അതിൽ മോശവും കാണും നല്ലതും കാണും. അത് അവരവർ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവരെയും കൂടെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നുണ്ട്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.